നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും 5 മുട്ടയാണ് നമ്മളതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇതേപോലെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു തട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ മുട്ട ഓരോന്നും പൊട്ടിച്ച് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. അതേപോലെ നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ വേറെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ട നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ച സമയത്താണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് കാശ്മീരി മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ വരെ തികയില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ ഇത്രയും മസാലയിലേക്ക് ഞാൻ വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കട്ടോ. ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എല്ലാ ഭാഗത്തു കൂടി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു രൂപത്തിൽ കുഴമ്പ് രൂപത്തിലാക്കി നമ്മളിതിവിടെ മാറ്റി വെക്കണം കേട്ടോ. നമ്മുടെ സ്റ്റീം ചെയ്ത മുട്ട എടുത്തിട്ട് വരാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയുടെ ഒരു തളിരിലയാണ് കേട്ടോ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടയും മസാലയും ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്നാണ് കോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയും മുട്ടയൊക്കെ കോട്ട് ചെയ്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് ഇടിമുട്ട റെസിപ്പി എന്നാണ് പറയാറ്. അതായത് ഇതിൻ്റെ ഈ മസാല കാണുമ്പോൾ തന്നെ ഇത് നമുക്കൊരു ഇടിവെട്ട് റെസിപ്പി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളിവിടെ ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ചധികം എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഒന്ന് ഇട്ടിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇടിമുട്ട നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കാണല്ലോ, കാണാനും നല്ല മൊഞ്ചുണ്ട്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. മസാലകളൊക്കെ നല്ല പിടിച്ച് കോട്ടായതിന് ശേഷമാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇപ്പോൾ ഞാൻ 5 മുട്ട പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ 6 മുട്ട കിട്ടി. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അതിൻ്റെ മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു, ബൈ.